എന്തെങ്കിലും പാചകം ചെയ്യോ? ഇല്ല, ഇന്നുവരെ ഇല്ല. എനിക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള വഴി എനിക്കറിയാം. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ചൂടാണ്, നമുക്ക് ആവശ്യമില്ലാത്ത. ഇങ്ങനെ പറയുന്ന പെണ്ണുങ്ങളടുത്ത്, അതായത് സ്ത്രീകളടുത്ത് എനിക്ക് പറയുള്ളത്, എത്ര നാൾ തള്ള തരുന്നതും കയറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ അമ്മമാരിങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, ഐ മീൻ അടുക്കളയിൽ കയറുമ്പോൾ ടയർഡാവും, ചൂടെടുക്കും, അടുപ്പിലെ പുക കണ്ണിലടിക്കും, കരക്കരിയുമ്പോൾ കൈമുറിയും, വെള്ളം തിളപ്പിക്കുമ്പോൾ കയ്യിൽ വീഴും. ഇതൊക്കെ നമ്മുടെ അമ്മമാര് ചിന്തിച്ചിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോയാലും ഒന്നും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കുട്ടിയെ നർച്ചർ ചെയ്യുക, ആ കുട്ടിക്ക് ഭക്ഷണം നൽകി വളർത്തുക എന്നൊക്കെ ഉള്ളത് ഒരു അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, അത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അൺലെസ് ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ പേരന്റ്. ഒരു കുട്ടിക്ക് വേണ്ടി അമ്മ മാത്രം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത് ഈസ് സോ മച്ച് പ്രോബ്ലമാറ്റിക്. അത് ഡിമാൻഡ് ചെയ്യുന്നത് ആ കുട്ടിക്ക് വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്യുക വെൻ ദേർ ഈസ് അനദർ പേരന്റ് ഹു കുഡ് ഓൾസോ ഡു ദ സെയിം. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ പേരന്റ് ദ അതർ പേരന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് ഈ സെൽഫ് സബോട്ടേജ്. അവരുടെ ടൈം, അവരുടെ ലൈഫിലെ അത്രയും പാർട്ട് അവർ മറ്റേ പേരന്റിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. പെണ്ണാണ്, അന്യഭവനത്ത് കയറി പോവേണ്ട ആളാണ്, പാചകം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലമുറയ്ക്കനുസരിച്ച് ചിന്തിക്കാത്തവനായി, ഔട്ട് ഓഫ് ഫാഷനായി. ജെൻഡർ ഭേദമന്യേ മറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ് കുക്ക് ചെയ്യാൻ അറിയുക എന്നുള്ളത്. അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ എൻ്റർ ചെയ്യാനുള്ള ക്വാളിഫയിങ് സ്കില്ലായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഈ സോ മച്ച് റിഗ്രസീവ് ആൻഡ് ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്. അതുപോലെ തന്നെ ബേസിക് ഹ്യൂമാനിറ്റി ഇല്ലായ്മ കൂടിയാണ് അതവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ മുഖത്തുള്ള പുച്ഛമുണ്ട്. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഭാഗ്യമാണത്. മറ്റുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്കുള്ള അഭിപ്രായങ്ങളൊക്കെ തേടാന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറയുന്നത് അടുക്കള കിടക്കണമെന്നല്ല പറയുന്നത്. മനസ്സിലാവുന്നില്ല, ഒരു പെണ്ണാണ്, പാചകം പഠിച്ചിരിക്കണം. എത്ര ആ ഭാഗ്യം സ്ത്രീകൾ മാത്രം എൻജോയ് ചെയ്താൽ മതി, പുരുഷന്മാർക്ക് ആ ഭാഗ്യം കിട്ടണ്ട എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു കൈൻഡ് ഓഫ് ഇൻഇക്വാളിറ്റിയാണ്. വൈ ഷുഡ് ഗേൾസ് ഹാവ് ഓൾ ദി ഫൺ? പുരുഷന്മാർക്കും കുക്ക് ചെയ്ത് ഭാഗ്യം കിട്ടട്ടെ, ബിക്കോസ് ദേ ഓൾസോ ഡിസേർവ്. പഠിച്ചു കഴിക്കും, ഹോട്ടലിലും ഉണ്ടാക്കുന്നതാണ്. അത് എത്രത്തോളം വൃത്തിയായിട്ടാണ്, വേറും വൃത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കൈ കിട്ടുന്നു, നമ്മൾ കഴിക്കുന്നു. വീട്ടിനകത്ത് പൈസ വെച്ചോണ്ടിരുന്നാൽ മതി. അതിന്റെയൊക്കെ ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സോ അതാണ് പ്രോബ്ലം. ഒരാൾ സ്വയം പോയി കുക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും ബിഹൈൻഡ് ദ സീൻസ് എന്താണ് ആക്ച്വലി അവിടെ കുക്ക് ചെയ്യപ്പെട്ടത്, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ് എന്തെല്ലാം നടന്നു എന്നുള്ളത്. അവരവരുടെ ഭക്ഷണം അവരവരല്ലാതെ വേറെ ആര് കുക്ക് ചെയ്താലും ബിഹൈൻഡ് ദ സീൻസ് അറിയാൻ സാധിക്കുന്നില്ല. ഹോൾ പ്രോസസ് അവർ വിറ്റ്നസ് ചെയ്യുന്നില്ല. സ്ത്രീകൾ പുരുഷന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പുരുഷന്മാർക്കും ഈ ബിഹൈൻഡ് ദ സീൻസ് കാണാൻ സാധിക്കുന്നില്ല. പെണ്ണ് പാചകം പഠിച്ചിരിക്കണം.